നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ എന്താ പറ്റി? എന്താ എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ എവിടെ? അവൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അച്ഛൻ ഇവിടെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അച്ഛൻ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? പേടിയോ? ഇല്ലില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, അവന്മാര് വരും. വാ അച്ഛ വാ. അച്ഛൻ എന്തൊക്കെയാ കാണിക്കുന്നത്? എന്താ അച്ഛന് പറ്റിയത്? അച്ഛാ എന്താന്ന് പറയാച്ചാ? എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ? അവരെന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ആര്? ഭാഗ്യം നിങ്ങൾക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ. ആശ്വാസമായി. നന്ദ മോനെ, അച്ഛനെ ഇതുപോലെ പേടിച്ച് ഞാൻ മുൻപ് കണ്ടിട്ടില്ല. ദേവൻ എന്താ സംഭവിച്ച എന്റെ ഭഗവാനെ? ആരാ അച്ഛ അച്ഛന്റെ പിന്നിലുള്ളത്? എല്ലാ അച്ഛന്റെ തോന്നലാ അച്ഛ. അല്ല മോനെ, അത്ര ശക്തമായ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ദീയാണോ? അവള് തന്നെയാ എന്റെ പിന്നില്. അച്ഛാ എന്ത് ഭീഷണിയാണെങ്കിലും നമുക്കത് നേരിടാം അച്ഛാ. ധൈര്യം ചോർന്നു പോയ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം അവളാ തുടങ്ങിയത്, തൊട്ടു പിന്നാലെയാ അവന്റെ വിളി വന്നത്. ദൈവ ധൈര്യമായിട്ടിരിക്കെ. അവളെ കൈകാര്യം ചെയ്യാൻ ഞാൻ ഒരാളെ മതി. കാണട്ടെ അവൾ എന്താ ചെയ്യാൻ പോന്നേന്ന്. ഇതങ്ങനെയല്ല രോഹിണി, നമ്മളൊരു അപകടത്തിന്റെ വക്കില. അച്ഛാ അച്ഛൻ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നേ? ഞാനുണ്ട് എപ്പോഴും അച്ഛന്റെ ഒപ്പം. എന്തും വന്നോട്ടെ, നമ്മളത് ഒരുമിച്ച് നിന്ന് നേരിടും. അച്ഛന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വാരിയിടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഒന്ന് കിടന്ന് മയങ്ങിയ മനസ്സ് ശാന്തവും. അച്ഛന് നല്ല ക്ഷീണമുണ്ട്. വാ വാ മോനെ. ഈശ്വര കാത്തോളെ, ഒന്നും വരുത്തരുത്. അച്ഛൻ അല്പനേരം കിടക്ക, ഒക്കെ ശരിയാവും. നന്ദ, ഞാൻ പറഞ്ഞൊന്നും എന്റെ തോന്നലല്ല. അച്ഛ എല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം. അച്ഛൻ കിടക്ക. ഒന്ന് മയങ്ങി എഴുന്നേക്കുമ്പോഴേക്കും ഞാൻ വരാം. നന്ദ, എന്താ അച്ഛാ? മോനൊന്നുകൊണ്ട് വിഷമിക്കരുത്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും മനഃശക്തിയോടെ അതെല്ലാം നേരിടണം. നിനക്കതിനുള്ള പ്രാപ്തിയുണ്ട്. അതാ അച്ഛനൊരു ആശ്വാസം. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും നീ അമ്മയെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. അച്ഛൻ എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? അമ്മയെ മാത്രമല്ല, അച്ഛനെ ഞാൻ നോക്കും. എനിക്കറിയാം, നീ എന്നെ പോലെയല്ല. നല്ല കാര്യപരമുള്ള മകനാ നീ. അച്ഛനിങ്ങനെ ആയിപ്പോയി. നഷ്ടപ്പെടുത്താൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം മുതൽ തുടങ്ങാനുള്ള പ്രായവും കഴിഞ്ഞു. അച്ഛനിപ്പോ ഇങ്ങനെ ഓരോന്നും പറയാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ കഴിയില്ല മോനെ. അവര് വരുന്നത് എപ്പോഴാന്ന് അറിയില്ലല്ലോ. ആരെക്കുറിച്ച് അച്ഛനീ പറയുന്നത്? കമ്പനിന്ന് മാത്രമല്ല, എന്നെ ഈ ലോകത്തുനിന്ന് തന്നെ പുറത്താക്കണം. അതാ അവരുടെ ആവശ്യം. അച്ഛനെ ആരെങ്കിലും ശാരീരികമായിട്ട് ഉപദ്രവിച്ചോ?
അതിനേക്കാൾ 1000 മടങ്ങ് വലുതാ മാനസികമായ പീഡനം. അച്ഛനെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ, എന്താ ഭീഷണി? ഈ ഫോണിൽ അവന്റെ ശബ്ദമുണ്ട്. എടോ MP വാസുദേവ, താൻ ആ ഓഫീസിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് അറിയാവടോ. ഒളിച്ചുകളി കൊണ്ട് രക്ഷപ്പെടാമെന്നാണോ തന്റെ വിചാരം? കട്ടും മോട്ടിച്ചും ആളുകളെ മുഴുവൻ തട്ടിച്ചും വെട്ടിച്ചും എത്ര കാലം താൻ ജീവിക്കും? മോഷ്ടിച്ചെടുത്ത പണം പലിശയടക്കം പൈസ തീർത്ത് അതാതിടങ്ങളിൽ തിരികെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ 48 മണിക്കൂറിൽ കൂടുതൽ തനിക്ക് ആയുസ്സുണ്ടാവില്ല. തന്നെ മാത്രമല്ല, തന്റെ കുടുംബത്തെ മുഴുവൻ വീടടക്കം കത്തിച്ചു കളയും. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അച്ഛൻ ധൈര്യമായിട്ട് കിടന്നു. നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ തനിക്ക് ആയുസ്സുണ്ടാവില്ല. തന്നെ മാത്രമല്ല, തന്റെ കുടുംബത്തെ മുഴുവൻ വീടടക്കം കത്തിച്ചു കളയും. നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ തനിക്ക് ആയുസ്സുണ്ടാവില്ല. തന്നെ മാത്രമല്ല, തന്റെ കുടുംബത്തെ മുഴുവൻ വീടടക്കം കത്തിച്ചു കളയും.